40 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ചെറുതുരുത്തി, ചേലക്കര, പഴയന്നൂർ, ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ. തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കോൺടാക്ട് 9447 175 304. തൃശൂരിന്റെ ആകാശ കാഴ്ചകൾ കണ്ട് ഇനി സുവോളജിക്കൽ പാർക്കിലേക്ക് പറക്കാം. വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ചുകൊണ്ട് KSRTC ഡബിൾ ഡക്കർ ബസ് സർവീസ് ആരംഭിച്ചു. തൃശൂർ നഗരത്തിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ഈ ആനവണ്ടി യാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം മന്ത്രിമാരായ K. രാജനും KB ഗണേഷ് കുമാറും ചേർന്ന് നിർവഹിച്ചു. തൃശൂർ നഗരത്തിന്റെ പൈതൃകവും സുവോളജിക്കൽ പാർക്കിന്റെ പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന ഡിസൈനുമായാണ് KSRTC ഡബിൾ ഡക്കർ ബസ് നിരത്തിലിറങ്ങുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ ഒരു ലോകോത്തര പഠന കേന്ദ്രം കൂടിയായി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. വളരെ വിജയം കൈവരിക്കും. നമ്മൾ രാവിലെ 8 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു അല്ലേ? രാവിലെ 8 മണിക്ക് പുറപ്പെട്ട് 8:30 മണി, അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അകത്തെല്ലാം കണ്ടതിന് ശേഷം ആ ട്രിപ്പ് അങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ട് പോയി വെയിലാകുന്നതിന് മുമ്പേ അങ്ങ് അവിടെ എത്തും. എത്തിക്കഴിഞ്ഞാൽ വൈകിട്ട് 3 മണിക്ക് വീണ്ടും അടുത്ത ട്രിപ്പ്. കാരണം പെരുവെയിലത്ത് രാജൻ എന്നെ അന്ന് കൊണ്ടുപോയിട്ട് എന്റെ കഥ കഴിച്ചളഞ്ഞ് ആ റൗണ്ടിൽ നിന്ന് തുടങ്ങി ഇവിടം വരെ അതിനകത്ത് ഇരുത്തി എന്നെ കൊണ്ടുവന്ന് ഞാനങ്ങ് കരിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് ആളുകളെ കഴിക്കുന്നില്ല. നമ്മൾ 3 മണിക്ക് ശേഷം അത് അവിടെ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വരും. വൈകിട്ട് ഇവിടെ വന്ന് മൃഗശാലയെല്ലാം അകത്ത് കയറി കറങ്ങിയതിന് ശേഷം തിരിച്ചു പോകും. അതുപോലെ തന്നെ രാജൻ ആവശ്യം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് വിദ്യാർത്ഥിനികൾ ഇവിടെ വന്ന് റിസർച്ച് ചെയ്ത് അവർ ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കാനും മൃഗങ്ങളെ കുറിച്ചുള്ള സുവോളജിയെ കുറിച്ചുള്ള എല്ലാ പഠനത്തിനും ഉള്ള സാധ്യത ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ തുടങ്ങിയത്. എല്ലാവരും മൃഗശാല, അതായത് 10-11 ഏക്കർ കിടക്കുന്ന മൃഗങ്ങളെ ഇച്ചിരി വിശാലമായി തുറന്നു വിടാം. മനുഷ്യൻ കൂട്ടിന്റെ ഉള്ളിലും അതങ്ങനെയാണ്. മനുഷ്യനെ കൂട്ടിലൂടെ പോകുമ്പോൾ പുറത്ത് കരടി വെളിയിൽ, അതിനെ തുറന്നു വിടുക. നമ്മൾ അടിയിൽ കൂടെ ഒരു തുരങ്കത്തിൽ കൂടെ പോവുക, തുരങ്കത്തിനകത്ത് വലയിടുക. ഞാനിതൊക്കെ സ്വപ്നം കണ്ടതാണ്. KSRTC ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ഥാപനത്തിന് വലിയ ലാഭമുണ്ടാക്കുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി K. രാജൻ അഭിപ്രായപ്പെട്ടു. ഗവൺമെന്റിന്റെ ഒരു മന്ത്രിയുടെ ഇടപെടലുകളുടെ ഒരു പൊതു സ്വഭാവം കണ്ടു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ അപേക്ഷ വാങ്ങി പരിശോധിച്ച് മിനിറ്റുകൾക്കകം KSRTC തന്നെ ഒരു ബസ് മേടിക്കാനുള്ള നിർദ്ദേശം വാക്കാൽ തന്നെ അപ്പൊ കൊടുത്തു. പിന്നെ ഓർഡറായി അത് കൈമാറി. ഇന്ന് ഈ ബസ് വരുമ്പോ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് 1,98,00,000 രൂപ, അങ്ങനെ പറഞ്ഞാൽ 2 കോടി രൂപ കൊടുത്താണ് KSRTC ഇങ്ങനെ ഒരു ബസ് വാങ്ങി ഈ നാടിന്റെ അഭിമാനകരമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കി നൽകിയത്. എത്ര പറഞ്ഞാലും മതിയാവാത്ത വിധത്തിലുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് ഇടയിലുള്ളത്. തൃശൂർ പൂരം, പുലിക്കളി, കഥകളി തുടങ്ങിയ സാംസ്കാരിക രൂപങ്ങൾ ആലേഖനം ചെയ്ത ബസ് സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവമാകും. രാവിലെ 8-നും വൈകിട്ട് 3-നുമാണ് തൃശൂരിൽ നിന്ന് പാർക്കിലേക്കുള്ള സർവീസുകൾ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, PS വിനയൻ, മിനി ഉണ്ണികൃഷ്ണൻ, VR രമേഷ്, സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, പാർക്ക് ഡയറക്ടർ BN നാഗരാജ്, KSRTC MD PS പ്രമോദ് ശങ്കർ, സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ, ഫാദർ ജോജോ പനക്കൽ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു.